നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർമ്മ സാർ പ്രത്യേകം പറഞ്ഞതാ, ഞാൻ വാക്ക് കൊടുത്തത്. അപ്പു, വാക്ക് കൊടുത്തത് ഞാനല്ലല്ലോ. വാക്ക് കൊടുത്തവരോട് പോയി എക്സാം എഴുതാൻ പറയും. ഫോറിൻ കൺട്രീസിലൊക്കെ പോയിക്കഴിഞ്ഞ നാളെ ഒരു കാലത്ത് മാഡത്തിന്റെ കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പോലും അച്ഛനമ്മമാർക്ക് മിനിമം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റില്ല. അപ്പു, എന്റെ കുട്ടികളുടെ ഭാവി ഓർത്ത് ആര് വിഷമിക്കേണ്ടത് പറഞ്ഞേക്ക്. എന്റെ കുട്ടികളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. അപ്പോ അങ്ങനെയാണെങ്കിലേ ഋതിക മാഡത്തിന് ആൺകുട്ടി ഉണ്ടായാൽ ഈ രാജുവിന്റെ പേരിടാവോന്ന് ചോദിക്കും. അപ്പു, ഞാൻ ചതിയന്മാരുടെ പേര് എന്റെ കുട്ടികൾക്ക് ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ പേരുള്ള ആളുകളോട് മിണ്ടാൻ പോലും ഞാൻ എന്റെ കുട്ടികളെ കൊണ്ട് സമ്മതിപ്പിക്കില്ല. ചേച്ചി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികളും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ അതിനെ കുറിച്ച് പറഞ്ഞു തർക്കിക്കുന്നേ? ദൈവമേ, ശരിയാണല്ലോ. എനിക്കിതെന്ത് പറ്റി? ദേഷ്യം വന്നിട്ട് എന്താ പറയുന്നെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ അയാളോട് എന്റെ റൂമിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. ശരി ചേച്ചി. രാജു ചേട്ടാ, ഐ എം ഹെൽപ്ലെസ്, സോറി. നീ വന്നേ. ഓക്കെ. ചേച്ചി, വല്യച്ഛൻ ചേച്ചിയോട് ട്യൂഷന് പോവാൻ പറഞ്ഞു. ദേപ്പു, വെറുതെ നോണ പറയരുതേ. വല്യച്ഛൻ ദേ ഹാളിൽ ഇരിപ്പുണ്ട്. ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്ക്. അയ്യോ, അച്ഛൻ ഹാളിലുണ്ടായിരുന്നോ? അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു കാണുമോ? കേട്ട് കാണൂ. അറിയില്ല ചേച്ചി. ദൈവമേ, പ്രശ്നമാവൂലോ. അപ്പു, ഞാൻ ട്യൂഷന് പോവാം. പക്ഷെ എന്നോട് രാജു സംസാരിക്കാൻ പാടില്ല. സംസാരിക്കാതെ എങ്ങനെ ട്യൂഷൻ എടുക്കും? അതൊന്നും എനിക്കറിയില്ല. രാജു എന്നോട് സംസാരിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഈശ്വര, അങ്ങനെ യുദ്ധം അവസാനിച്ചു. മാഡം വരൂ. ബാബു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.